നമസ്കാർ ദോസ്തോ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് രീതികാലിനെ കുറിച്ചാണ്. ഹിന്ദി സാഹിത്യത്തിലെ രീതികാൽ 1700 മുതൽ 1850 വരെയുള്ള കാലഘട്ടം അല്ലെങ്കിൽ സമയസീമയെയാണ് നമ്മൾ രീതികാൽ എന്ന് പറയുന്നത്. 1700 മുതൽ 1850 വരെയുള്ള ഹിന്ദി സാഹിത്യത്തിലെ ഉത്തർ മധ്യകാലിനെയാണ് നമ്മൾ രീതികാൽ എന്ന് പറയുന്നത്. സമയസീമ ഓർത്ത് വയ്ക്കുക. 1700 മുതൽ 1850 വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ രീതികാൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 1700 മുതൽ 1850 വരെയുള്ള ഹിന്ദി സാഹിത്യത്തിൻ്റെ ഉത്തർ മധ്യകാലിന് മിശ്രബന്ധു നൽകിയിരിക്കുന്ന നാമം അലങ്കൃത് കാൽ എന്നാണ്. എന്താണ് അലങ്കൃത് കാൽ? 1700 മുതൽ 1850 വരെയുള്ള ഹിന്ദി സാഹിത്യത്തിലെ ഉത്തര മധ്യകാലത്തിന് മിശ്രബന്ധു നൽകിയിരിക്കുന്ന നാമം അലങ്കൃത് കാൽ എന്നാണ്. ശുക്ലജി, ആചാര്യ രാമചന്ദ്ര ശുക്ലജി ഈ 1700 മുതൽ 1850 വരെയുള്ള ഉത്തര മധ്യകാലത്തിന് രാമചന്ദ്ര ശുക്ലജി നൽകിയിരിക്കുന്ന നാമം രീതികാൽ എന്നാണ്. ആചാര്യ വിശ്വനാഥ് പ്രസാദ് മിശ്ര ഉത്തർ മധ്യകാലിന് ശൃംഗാർ കാൽ എന്ന നാമമാണ് നൽകിയിട്ടുള്ളത്. ആചാര്യ വിശ്വനാഥ് പ്രസാദ് മിശ്ര രീതികാലിന് അല്ലെങ്കിൽ ഉത്തർ മധ്യകാലിന് ശൃംഗാർ കാൽ എന്ന നാമമാണ് നൽകിയിട്ടുള്ളത്. രാം ശങ്കർ ശുക്ല രസാലാണ് ഉത്തർ മധ്യകാലിനെ കലാകാൽ എന്ന നാമം നൽകിയത്. രാംശങ്കർ ശുക്ല രസാലാണ് ഉത്തർ മധ്യകാലിന് കലാകാൽ എന്ന നാമം നൽകിയിട്ടുള്ളത്. അപ്പോൾ പരീക്ഷകൾക്ക് ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ് ഉത്തർ മധ്യകാലിനെ അലങ്കൃത് കാൽ നാം കിസ്നെ ദിയ. അപ്പോൾ അതിന് ഉത്തരം മിശ്രബന്ധുവാണ്. അല്ലെങ്കിൽ രീതികാൽ കെ നാം സെ കോൻ അഭിഹിത് കിയ? ശുക്ലജി. അല്ലെങ്കിൽ ശൃംഗാർ കാൽ നാം കിസ്നെ ദിയ? ആചാര്യ വിശ്വനാഥ് പ്രസാദ് മിശ്ര. കലാകാൽ കെ നാം സെ കോൻ പുക്കാര? രാംശങ്കർ ശുക്ല രസാൽ. അപ്പോൾ 1700 മുതൽ 1850 വരെയുള്ള ഹിന്ദി സാഹിത്യത്തിലെ ഉത്തർ മധ്യകാലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? രീതികാൽ എന്ന് പറയുന്നത്. അപ്പോൾ രീതികാൽ എന്ന നാമം നൽകിയത് ആചാര്യ രാമചന്ദ്ര ശുക്ലജിയാണ്. അലങ്കൃത് കാൽ എന്ന നാമം നൽകിയത് മിശ്രബന്ധുവാണ്. ശൃംഗാർ കാൽ എന്ന നാമം നൽകിയത് ആചാര്യ വിശ്വനാഥ് പ്രസാദ് മിശ്രാണ്. കലാകാൽ എന്ന നാമം നൽകിയത് രാംശങ്കർ ശുക്ല രസാലാണ്. രീതികാലീൻ കവികളെ നമ്മൾ 3ആയി തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ രീതികാലീൻ കവികളെ 3ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്: രീതിബദ്ധ്, രീതിമുക്ത് ആർ രീതി സിദ്ധ്. അപ്പോൾ ആദ്യത്തെ നോക്കാം. രീതിബദ്ധ് കവി. संस्कृत काव्यशास्त्र अथवा अलंकार शास्त्र की निश्चित परंपराओं में आबद्ध होकर हिंदी में काव्य रचना करने वाले कवियों को रीतिबद्ध श्रेणी में स्थान दिया गया है. ഒന്നുകൂടി വായിക്കാം. संस्कृत काव्यशास्त्र अथवा अलंकार शास्त्र की निश्चित परंपराओं में आबद्ध होकर हिंदी में काव्य रचना करने वाले कवियों को रीतिबद्ध श्रेणी में स्थान दिया गया है. സംസ്കൃത കാവ്യശാസ്ത്രത്തെയും അല്ലെങ്കിൽ അലങ്കാർ ശാസ്ത്രങ്ങളെയൊക്കെ ബേസ് ചെയ്തുകൊണ്ട് ആ നിശ്ചിതമായ അല്ലെങ്കിൽ പരമ്പരാഗത സ്വഭാവത്തോടു കൂടി ലക്ഷണ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള കാവ്യരചനകൾ നടത്തിയിട്ടുള്ള കവികളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? രീതിബദ്ധ കവികൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് രീതിബദ്ധ കവികൾക്ക് ഉദാഹരണം ആരൊക്കെയാണെന്ന് നോക്കാം. കേശവ്, ചിന്താമണി, മതിരാം, തോഷ്, മുബാരക്, ബിൽഗ്രാമി, ഭൂഷൺ, കുൽപതി മിശ്ര, പത്മാകർ, സുരധി മിശ്ര തുടങ്ങിയവരാണ് രീതിബദ്ധ കവികളിൽ വരുന്നത്. അപ്പം നമുക്ക് വരാവുന്ന ചോദ്യം ഇങ്ങനെയാണ്. 4 കവികളുടെ പേര് തരും. എന്നിട്ട് ഇതിൽ രീതിബദ്ധ കവി കോൻ ഹേ, അല്ലെങ്കിൽ രീതി സിദ്ധ് കവി കോൻ ഹേ, രീതി മുക്ത് കവി കോൻ ഹേ, അങ്ങനെയാണ് നമുക്ക് ചോദ്യങ്ങൾ വരിക. പിന്നെ ഉള്ള ചോദ്യം വരിക എന്ന് വെച്ചാൽ സംസ്കൃത കാവ്യശാസ്ത്രത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ലക്ഷണ ഗ്രന്ഥങ്ങൾ രചിച്ച കവികൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? രീതിബദ്ധാണോ, രീതി സിദ്ധാണോ, രീതി മുക്താണോ, അങ്ങനെ ചോദിക്കും. പിന്നെ രീതികാലിൻ്റെ സമയസീമ ചോദിക്കും. 1700 മുതൽ 1850 വരെ. അപ്പോൾ കേശവ് ഏത് വിഭാഗത്തിൽപ്പെട്ട കവിയാണ്? രീതി
ബദ്ധ് കവിയാണ്. ചിന്താമണി രീതിബദ്ധ് കവിയാണ്. മതിരാം രീതിബദ്ധ് കവിയാണ്. തോഷ്, മുബാറക് ബിൽഗ്രാമി, ഭൂഷൺ ഇവരൊക്കെ ആരാണ്? രീതിബദ്ധ് കവിയാണ്. അപ്പോൾ ഇതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് കേശവ്, ചിന്താമണി, മതിരാം, ഭൂഷൺ ഇവർക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. കേശവും ചിന്താമണിയും ഭൂഷണൊക്കെ പല പല ക്വസ്റ്റ്യൻ പേപ്പറുകളിലായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എന്താണ് രീതിബദ്ധ് കാവ്യ? സംസ്കൃത കാവ്യശാസ്ത്രത്തിനെയും അലങ്കാര ശാസ്ത്രങ്ങളിലെയൊക്കെ പരമ്പരാഗതമായി അല്ലെങ്കിൽ അതേ ആ ഒരു ഇതിനെ ഫോളോ ചെയ്തുകൊണ്ട് ഹിന്ദിയിലെ ലക്ഷണ ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ കാവ്യരചനകൾ നടത്തിയിട്ടുള്ള കവികളെയാണ് നമ്മൾ രീതിബദ്ധ് കവി എന്ന് പറയുന്നത്. രീതിബദ്ധ് കവികൾക്ക് ഉദാഹരണം കേശവ്, ചിന്താമണി, മതിരാം, തോഷ്, മുബാറക് ബിൽഗ്രാമി, ഭൂഷൺ, കുലപതി മിശ്ര, പത്മാകർ, സുരതി മിശ്ര തുടങ്ങിയവരാണ്. അടുത്തത് രീതിസിദ്ധ് കവിയാണ്. എന്താണ് രീതിസിദ്ധ് കവി എന്ന് നോക്കാം. जिन कवियों ने लक्षण ग्रंथों की रचना नहीं की उसे हम रीति सिद्ध कवि कहते हैं. അപ്പോൾ ലക്ഷണ ഗ്രന്ഥങ്ങളുടെ രചനയൊന്നും നടത്തിയിട്ടില്ലാത്ത, അതായത് കാവ്യശാസ്ത്രനെയൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും ലക്ഷണ ഗ്രന്ഥങ്ങളുടെ രചനയൊന്നും ചെയ്തിട്ടില്ലാത്ത കവികളെയാണ് നമ്മൾ രീതിസിദ്ധ് കവി എന്ന് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ ചോദ്യം ഇങ്ങനെ വരും, जिन कवियों ने लक्षण ग्रंथों की रचना नहीं की है उसे हम क्या कहते हैं? അപ്പോൾ രീതിസിദ്ധ് കവി कहते हैं. പിന്നെ അവർ ഇതിൽ രീതിസിദ്ധ് കവികളിൽ ശ്രേഷ്ഠനായ കവി ആരാണ്? ബിഹാരിയാണ്. അപ്പോൾ ഇൻ ശ്രേണിക്ക് സർവശ്രേഷ്ഠ കവി ബിഹാരി ഹെ. മറ്റ് അന്യ കവികളാണ് സേനാപതി, ബിഹാരി, ബേനി, കൃഷ്ണകവി, രസനിധി, പജ്നേസ്, ദ്വിജദേവ് തുടങ്ങിയവരൊക്കെ രീതിസിദ്ധ് കവികളാണ്. അപ്പോൾ രീതിസിദ്ധ് കവി എന്നാണ് जिन कवियों ने लक्षण ग्रंथों की रचना नहीं की है उसे हम രീതിസിദ്ധ് कवि कहते हैं. इस श्रेणी के सर्वश्रेष्ठ कवि बिहारी हैं. സേനാപതി, ബിഹാരി, ബേനി, കൃഷ്ണകവി, രസനിധി, പജ്നേസ്, ദ്വിജദേവ് തുടങ്ങിയവരാണ് രീതിസിദ്ധ് കവികളിലെ പ്രമുഖർ. അടുത്ത നമ്മൾ നോക്കുന്നത് രീതിമുക്ത് കവി. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവുമല്ലോ. जिन कवियों ने तत्कालीन रीति रूढ़ी के विरुद्ध आक्रोश व्यक्त करते हुए रीति बंधन को स्वच्छंद गति से अपने काव्य में प्रेम की पीर को अभिव्यंजना किया उन्हें रीति मुक्त कहा गया है. അപ്പോൾ രീതിമുക്തിൽ ഉൾപ്പെട്ട കവികൾ അവർ എന്താ പറയുക, സാമാന്യ നിയമങ്ങളൊക്കെ, അതായത് കാവ്യങ്ങൾ എഴുതുമ്പോൾ ഇന്ന രീതിയിൽ ഇന്ന സംഭവങ്ങളൊക്കെ വേണം, അതായത് അലങ്കാരം, ലക്ഷണം അങ്ങനെയുള്ള ഇതുകളെയൊക്കെ എതിർത്തുകൊണ്ട്, അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ എതിർത്തുകൊണ്ട് രീതി ബന്ധന് ആ ഒരു എന്താ പറയുക, അലങ്കാരത്തിൻ്റെ ആ ഒരു ഗതിയിൽ നിന്നും വ്യത്യസ്തമായി ശൃംഗാരത്തിൽ ഊന്നിയിട്ടുള്ള കവിതകളൊക്കെ രചിച്ച അല്ലെങ്കിൽ കാവ്യങ്ങൾ രചിച്ച കവികളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? രീതിമുക്ത് കവികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി നോക്കുക. जिन कवियों ने तत्कालीन रीति रूढ़ी के विरुद्ध आक्रोश व्यक्त करते हुए रीति बंधन को स्वच्छंद गति से अपने काव्य में प्रेम की पीर को अभिव्यंजन किया उन्हें रीति मुक्त कहा गया है. അപ്പോൾ രീതിമുക്ത് കവികളുടെ പ്രമുഖരാണ് ഘനാനന്ദ്, ആലം, ഷേഖ്, ബുദ്ധിസേൻ, ആർ ബോധ. അപ്പോൾ രീതിമുക്ത് കവികളിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആളാരാണ്? ഘനാനന്ദാണ്. ബാക്കിയുള്ളവരാണ് ആലം, ഷെയ്ഖ്, ബുദ്ധിസേൻ, ആർ ബോധ. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞത് രീതികാലിനെ കുറിച്ചാണ്. രീതികാലിൻ്റെ സമയസീമ എന്ന് പറയുന്നത് 1700 മുതൽ 1850 വരെയാണ്. ഹിന്ദി സാഹിത്യത്തിലെ ഉത്തരമധ്യകാലിനെയാണ് നമ്മൾ രീതികാൽ എന്ന് പറയുന്നത്. അപ്പോൾ ഹിന്ദി സാഹിത്യത്തിലെ ഉത്തരമധ്യകാലിന് അലങ്കൃത്കാൽ എന്ന നാമം നൽകിയത് മിശ്രബന്ധുവാണ്. രീതികാൽ എന്ന നാമം നൽകിയത് ശുക്ലിജിയാണ്. ശൃംഗാർകാൽ എന്ന നാമം നൽകിയത് ആചാര്യ വിശ്വനാഥ് പ്രസാദ് മിശ്രാണ്. കലാകാൽ എന്ന നാമം നൽകിയത് രാംശങ്കർ ശുക്ല രസാലാണ്. രീതികാൽ അല്ലെങ്കിൽ രീതികാലിലെ കവികളിനെ 3ആയി വിഭജിച്ചിട്ടുണ്ട്: രീതിബദ്ധ്, രീതിമുക്ത്, ആർ രീതിസിദ്ധ്.
ഇപ്പോൾ രീതിബദ്ധ കവികൾ എന്ന് പറഞ്ഞാൽ സംസ്കൃത കാവ്യശാസ്ത്രത്തെയും അലങ്കാർ കാവ്യശാസ്ത്രങ്ങളെയും ഒക്കെ അതിൻ്റെ നിയമത്തിനനുസരിച്ച് ഫോളോ ചെയ്തുകൊണ്ട് ഹിന്ദിയിൽ കാവ്യരചനകളും ലക്ഷണ ഗ്രന്ഥങ്ങളും എഴുതിയ കവികളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, രീതിബദ്ധ കവി എന്ന് പറയുന്നത്. അതിൽ കേശവദാസ്, ചിന്താമണി, മത്തിരാം, തോഷ്, മുബാറക് ബിൽഗ്രാമി, ഭൂഷൺ, കുലപതി മിശ്ര, പത്മാകർ, സുരതി മിശ്ര തുടങ്ങിയവരൊക്കെയാണ് അതിലെ പ്രമുഖ കവികൾ. അടുത്തത് രീതി സിദ്ധ് കവിയാണ്. അപ്പോൾ അലങ്കാര കാവ്യശാസ്ത്രത്തിനെയൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും ലക്ഷണ ഗ്രന്ഥങ്ങളുടെ രചനയൊന്നും നടത്തിയിട്ടില്ലാത്ത കവികളെയാണ് നമ്മൾ രീതി സിദ്ധ് കവി എന്ന് പറയുന്നത്. രീതി സിദ്ധ് കവിയിൽ ഫേമസ് ആയിട്ടുള്ള സർവശ്രേഷ്ഠനായിട്ടുള്ള കവി എന്ന് പറയുന്നത് ബിഹാരിയാണ്. സേനാപതി, ബിഹാരി, ബേനി, കൃഷ്ണകവി, രസനിധി, പജ്നീസ്, ദ്വിജദേവ് തുടങ്ങിയവരാണ് രീതി സിദ്ധ് കവികളിലെ പ്രമുഖരായിട്ടുള്ള കവികൾ. അടുത്തത് രീതി മുക്താണ്. അപ്പോൾ താൽക്കാലികമായിട്ടുള്ള അല്ലെങ്കിൽ കാവ്യശാസ്ത്രത്തിനെയും അലങ്കാർ ശാസ്ത്രത്തിനെയും ഒന്നും ഫോളോ ചെയ്യാതെ അതിനൊക്കെ വ്യത്യസ്തമായിട്ട് ശൃംഗാര രസത്തിൽ അല്ലെങ്കിൽ പ്രേം കി പീർക്കോ അല്ലെങ്കിൽ ശൃംഗാരത്തിൽ അധിഷ്ഠിതമായിട്ട് കാവ്യങ്ങൾ രചിച്ചവരെയാണ് രീതി മുക്ത് കവി എന്ന് പറയുന്നത്. അപ്പോൾ രീതി മുക്ത് കവികളിൽ പ്രമുഖനാണ് ഘനാനന്ദ്. പിന്നീടുള്ളത് ആലം, ഷെയ്ഖ്, ബുദ്ധിസേൻ ആർ ബോധ തുടങ്ങിയവരാണ്. ഇപ്പോൾ രീതികാലിനെ കുറിച്ച് കുറച്ചെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നന്ദി.